സഗൗരവം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോൾ ഒരു വാർത്ത ഓണാവുകയാണ് ഇവിടെ. ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത, കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നമ്മൾ കേൾക്കാത്ത വാർത്ത എന്ന മട്ടില് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന വാർത്തകള് ഡിവൈഎഫ്ഐക്കാര് തെരുവ് സമരം നടത്തുകയാണ്, മുദ്രാവാക്യം നടത്തുകയാണ്. ഇന്നും ഡിവൈഎഫ്ഐക്കാരന്റെ സമരത്തിന്റെ വീര്യം കുറഞ്ഞിട്ടില്ലാത്ത മട്ടിലാണ് പ്രസ്തുത വിഷയത്തില് ഡിവൈഎഫ്ഐയും SFI ഒക്കെ സമരം നടത്തുന്നത്. ഞങ്ങളതിനൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട ഡിവൈഎഫ്ഐയുടെ SFIയുടെ സുഹൃത്തുക്കളോട്, ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത് കേവലം ഒരു പാലക്കാട് നിയമസഭയുടെ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഇത്രമേൽ വലിയ സമര പോരാട്ടത്തിന്റെ വീര്യം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഇത്രമേൽ ജനാധിപത്യ ബോധ്യമുണ്ട് എങ്കിൽ, കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണില് ഒരു ജനപ്രതിനിധി അവന്റെ വൈറ്റ് ഷർട്ടിൽ ഒരു കറ പോലും ഉണ്ടാകരുത് എന്ന ആത്മവിവക്ഷണത്തിന്റെ സമര പോരാട്ടമാണെങ്കിൽ ഡിവൈഎഫ്ഐയെയും SFIയെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത് സംഘപരിവാരം തേർവാഴ്ചയുടെ രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അഴിമതിയുടെ രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, വോട്ടുകൊള്ളയുടെ രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ മണ്ണിൽ പോലും ആ വോട്ടുകൊള്ളയുടെ രാഷ്ട്രീയം നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഘടകകക്ഷിയായ CPIയുടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഇലക്ഷൻ പ്രക്രിയയുടെ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു മനുഷ്യൻ വിളിച്ചു പറയുകയാണ്. തൃശൂർ പൂരം കരക്കലയിലൂടെ അത് ബോധ്യപ്പെട്ടതാണ്. കേരളത്തിലെ സമന്വയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അകമഴിഞ്ഞ വഴിവിട്ട RSS പാണ്ഡവത്തില് അത് കേരളത്തിന്റെ മണ്ണില് പ്രസ്തുത സ്ഥാനാർത്ഥി തന്നെ വിളിച്ചു പറയുന്ന രാഷ്ട്രീയമുണ്ടായതാണ്. ഡിവൈഎഫ്ഐക്കാരന് ഒരു സമരം നടത്താൻ, ഒരു ധർണ നടത്താൻ, ഒന്ന് മുദ്രാവാക്യം വിളിക്കാൻ ഇന്ന് വരെ സമയം കിട്ടിയിട്ടില്ല എങ്കിൽ എന്നെ ശ്രമിക്കുന്ന ചെങ്കൊടിയുടെ സുഹൃത്തെ, എന്നെ ശ്രമിക്കുന്ന EMSന്റെ രാഷ്ട്രീയത്തിൽ ഉൾക്കൊള്ളുന്ന പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, നിങ്ങളോട് ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ പിടിക്കുന്ന ചെങ്കൊടിയുണ്ടല്ലോ, നിങ്ങൾ ഇന്ന് വിശ്വസിക്കുന്ന EMSന്റെ രാഷ്ട്രീയമുണ്ടല്ലോ, അത് നിങ്ങൾ പിടിക്കുന്ന നിങ്ങൾ കൊയ്യുന്ന വയലെല്ലാം നിങ്ങളുടേതാണ് പൈങ്കിളിയ എന്ന രാഷ്ട്രീയ പ്രബുദ്ധതയുടെ രാഷ്ട്രീയമല്ല എന്ന് ഈ അങ്ങാടിയിൽ എന്നെ ശ്രമിക്കുന്ന ഇടതുപക്ഷ സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്താൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ഇടതുപക്ഷ സുഹൃത്തെ, എനിക്കൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഭരണ സംവിധാനം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നറിയോ? ഇന്ത്യൻ രാഷ്ട്രീയത്തില് സ്റ്റേറ്റുകൾ തമ്മിൽ മത്സരം നടക്കുകയാണ്. ഏത് സ്റ്റേറ്റുകളാണ് ഇപ്പൊ മത്സരം നടക്കുന്നത് എന്നറിയോ? യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനവും പിണറായി വിജയന്റെ കേരളം എന്ന സംസ്ഥാനവും, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരു വലിയ പോരാട്ടം നടക്കുകയാണ്. ഏത് പോരാട്ടം? ഇന്ത്യൻ ജനാധിപത്യത്തെ ഇന്ന് ഫേക്ക് ഗവൺമെന്റിലൂടെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിക്ക്, ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാക്ക് ഇന്ത്യൻ ജനാധിപത്യത്തെ കീറിമുറിക്കാൻ നട്ടപ്പാതിരാക്ക് ഒരു വട്ടമേശ സമ്മേളനം കൂടുമ്പോ തന്റെ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ക്രെഡിബിലിറ്റിയും തന്റെ കസാരകളുമെല്ലാം മാറ്റിവെച്ച് ഇന്ത്യൻ ഡെമോക്രസിയെ കാർന്നു തിന്നുന്ന ഒരു വട്ടമേശയുണ്ട്. അജിത് ദോവലിന്റെ ഒരു വട്ടമേശ. ആ വട്ടമേശയുടെ ചർച്ച നടക്കുമ്പോ ആ ചർച്ചകളില് നമ്പർ 1 സ്റ്റേറ്റ് ആയിക്കൊണ്ട് സംഘപരിവാരത്തിന് ഓശാന പാടുന്ന, സംഘപരിവാരത്തിന്റെ വിധേയപ്പെടുന്ന, സംഘപരിവാരത്തിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ യോഗി ആദിത്യനാഥിന്റെ UP സർക്കാരും പിണറായി വിജയന്റെ കേരള സർക്കാരും തമ്മിലുള്ള മത്സരം നടക്കുന്നു എന്ന് വളരെ കൃത്യമായിരിക്കുന്ന ഒരു ആരോപണം ഞാൻ ഈ അങ്ങാടിയിൽ ഉയർത്തിവിടുമ്പോ പ്രിയപ്പെട്ട ഇടതുപക്ഷ സുഹൃത്തുക്കളോട് അതിനെയൊന്ന് ഖണ്ഡനം ചെയ്തുകൊണ്ട് അതിനെ എതിർക്കാൻ എന്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷ SFIയുടെ DYFIയുടെ ചെങ്കൊടിയുടെ രാഷ്ട്രീയം പിടിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് സാധ്യമാകുമോ? യോഗി ആദിത്യനാഥിന്റെ പോലീസിന്റെ തേർവാഴ്ചയേക്കാൾ സംഘപരിവാരത്തിന് വിധേയപ്പെടുന്ന കേരള സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ലേ നമുക്ക് ബോധ്യപ്പെടുന്നത്? നമ്മുടെ നാട്ടിലിപ്പോ പോലീസിന് സർവ്വാധികാരങ്ങളും കൊടുത്തിരിക്കുക. ഏതധികാരം? ഈ രാജ്യത്തിലെ ഭരണകൂടത്തെ ചോദ്യം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് കോൺഗ്രസിനെതിരെ സംസാരിക്കുന്നത്, എന്തുകൊണ്ടാ CPM ഇങ്ങനെ മൗനം പാലിക്കുന്നത്, എന്തുകൊണ്ടാ UDF സംവിധാനത്തിലുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികള് ഇങ്ങനെ മൗനികളായിരിക്കുന്നത്? ഈ സംശയം നമ്മൾ ചോദിക്കുമ്പോ നമ്മളൊക്കെ ആശ്ചര്യപ്പെടാറുണ്ട്. അങ്ങനെ ദേശീയ രാഷ്ട്രീയം വിളിച്ചു പറയുമ്പോ ഗസയുടെ മണ്ണുണ്ട്, ഫലസ്തീനിലെ മണ്ണുണ്ട്,
പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾ, പച്ച മനുഷ്യര് ജീവിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ ആ നാട്ടിൽ നിന്ന് പച്ച മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ചെറുവിരൽ പോലീസ് എന്ന് അവകാശപ്പെടുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയോടുകൂടി ലോക പോലീസ് കളിക്കുന്ന ഇസ്രായേൽ ഉയർത്തിവിടുന്ന വെടിയുണ്ടകളിൽ മാത്രമല്ല എന്നുള്ളതാണ് ഗസയിലെ കണക്കുകൾ വിളിച്ചു പറയുന്നത്. പച്ച മനുഷ്യർ പട്ടിണി കിടന്നുകൊണ്ട് ഒരു റൊട്ടിക്കഷ്ണം കിട്ടുമ്പോ ആ റൊട്ടിക്കഷ്ണത്തിന് വേണ്ടി കടിപിടി കൂടി പരസ്പരം മരിച്ചുകൊണ്ടിരിക്കുന്ന ഗസയിലെ മണ്ണിന്റെ വേദനകൾ നമ്മൾ പറയുമ്പോ നമ്മൾ പറഞ്ഞു ഒരു മനുഷ്യരെ ഇത്തരം നിഷ്ഠൂരമായി പട്ടിണിയും പരിവട്ടവുമായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ സഹോദരിമാരെന്ന വ്യത്യാസമില്ലാതെ, വാർദ്ധക്യമെന്ന വ്യത്യാസമില്ലാതെ, പിഞ്ചു കുഞ്ഞുങ്ങളെന്ന വ്യത്യാസമില്ലാതെ, ഗർഭിണികളെന്ന വ്യത്യാസമില്ലാതെ നാൽക്കാലികളെ പോലും നാണം കെടുത്തുന്ന പൈശാചികമായ ഒരു പ്രവർത്തനം നടത്തുമ്പോ എന്തേ ഐക്യരാഷ്ട്രസഭകൾ മൗനികളായിരിക്കുന്നത്, എന്തേ ഈ രാജ്യത്തെ അറബ് രാഷ്ട്രങ്ങൾ മൗനികളായിരിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കലില്ലേ? ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ ഇവിടെയും ചോദിക്കണം കേട്ടോ. ഫലസ്തീനിലെ ജനങ്ങൾ കഷ്ടപ്പെടുമ്പോ അറബ് രാഷ്ട്രങ്ങളടക്കമുള്ള ലോക ഐക്യരാഷ്ട്രസഭകള് എന്തിനാണ് മൗനം മുഷിക്കുന്നതെന്നറിയോ? ലോക പോലീസിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ, ലോക പോലീസിന്റെ മുമ്പില് നല്ല പിള്ളയാണെന്ന് വരുത്തി തീർക്കാൻ, ലോക പോലീസിന്റെ റൊട്ടിക്കഷ്ണം കിട്ടാൻ, ലോക പോലീസിന്റെ പച്ചപ്പരവധാനം നഷ്ടപ്പെടുമോ എന്നുള്ളത് കൊണ്ടാണ് ഗസയിലെ മനുഷ്യരുടെ വിയർപ്പിനേക്കാൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കണ്ണീരിന്റെ മുമ്പില് ഐക്യരാഷ്ട്രസഭകളടക്കമുള്ള അറബ് രാഷ്ട്രങ്ങള് മൗനം മുഷിക്കുന്നതെങ്കില് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നമ്മൾ വിളിച്ചു പറയുമ്പോ ഇവിടെ ഒരു ലോക പോലീസ് കളിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവരും ഗസക്ക് സമാനമായി ഇന്ത്യയിലെ മുസ്ലിങ്ങള്, ഇന്ത്യയിലെ ദളിതുകള്, ഇന്ത്യയിലെ ആദിവാസികള്, ഇന്ത്യയിലെ ന്യൂനപക്ഷ ക്രൈസ്തവ സുഹൃത്തുക്കള് അന്യായമായി ലോക പോലീസ് കളിച്ചു വേട്ടയാടുമ്പോ നമ്മുടെ രാജ്യത്തിന്റെ സുഖലോലതയും അഭിരമിക്കുന്നവർ മൗനികളാകുന്നത് നമ്മൾ എത്ര വട്ടം കണ്ടതാണ്, ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? RSSന്റെ പുടവ കിട്ടിയാൽ ആ പുടവയിൽ അഭിരമിക്കുന്ന മതപണ്ഡിതന്മാരെ നമ്മൾ കാണുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, RSSന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ RSSന്റെ മുമ്പില് കീഴ്വഴങ്ങിക്കൊടുക്കുന്ന നട്ടല് വളച്ചു കൊടുക്കുന്ന രാഷ്ട്രീയമാന്മാരെ നമ്മൾ കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യത്വമുള്ള മനുഷ്യരെ, നിങ്ങളേത് രാഷ്ട്രീയ പാർട്ടിയുടെ വെടിപിടിച്ചോ, നിങ്ങളേത് പ്രത്യയശാസ്ത്രത്തിന്റെ കൂടെ നിൽക്കുന്നവരായിക്കൊള്ളട്ടെ, മനുഷ്യത്വപരമായി ഞാനൊരു കാര്യം പറഞ്ഞു വെക്കട്ടെ. നിങ്ങൾ സ്വീകരിക്കുന്ന പുടവകൾക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന, ഒളിഞ്ഞുകിടക്കുന്ന വർഗീയതയുടെ, മനുഷ്യത്വ വിരുദ്ധതയുടെ കഥകള് നിങ്ങൾക്കറിയാനിട്ടല്ലോ. സംഘപരിവാരത്തിന്റെ പുടവ കിട്ടുമ്പോ ആ പുടവക്ക് മുമ്പില് തന്റെ ശിരസ് കുമിഞ്ഞു കൊടുക്കുമ്പോ RSSന്റെ വേദികളില് പച്ചപ്പരവതാനി വിരിച്ച പരവതാനികളിലൂടെ അത്തറിന്റെ പരിമണം വീശുമ്പോ ആ അത്തറിന്റെ മണവും പിടിച്ച് വീഴ്ചയെപ്പോലെ ഓടി ഒഴിച്ച് അതിനോടടുക്കാൻ വ്യഗ്രത കാണിക്കുന്ന മതപുരോഹിതന്മാർ, പണ്ഡിത നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ സർവരോടും പറഞ്ഞു വെക്കട്ടെ, ആ പുടവെള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? സംഘപരിവാരത്തിന്റെ വർഗീയതയുടെ രാഷ്ട്രീയം ആ രാജ്യത്ത് നടപ്പിലാക്കാൻ ഒരു മണ്ണിനെ അർത്ഥപൂർണമായ രീതിയിൽ സംഘിസത്തിന്റെ മണ്ണാക്കി മാറ്റാൻ അസമിന്റെ മണ്ണില് പാവപ്പെട്ട മനുഷ്യരോട് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞ് സംഘപരിവാരത്തിന്റെ JCBയുടെ ഫുൾ ഡൗസറിന്റെ രാഷ്ട്രീയം അസമിന്റെ മണ്ണിലൂടെ ഉരുണ്ടുകൊണ്ടിരിക്കുമ്പോ ആ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട കുട്ടികളും വൃദ്ധയായ സഹോദരിമാരും കിടന്നുറങ്ങുന്ന ചെറിയ ചെറിയ കൂരകൾ തകർക്കാൻ സംഘപരിവാരത്തിന്റെ വർഗീയതയുടെ JCBയുടെ ചക്രങ്ങൾ ഉരുണ്ടു വരുമ്പോ ആ ചക്രങ്ങൾ ഉരുണ്ടുവരുന്ന വർഗീയതയുടെ രാഷ്ട്രീയത്തിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യാൻ അസമിന്റെ മണ്ണിൽ ഒരു മനുഷ്യൻ എണീച്ചു നിന്നപ്പോ ആ മനുഷ്യന്റെ നെഞ്ചകത്തിലേക്ക് വെടിവെച്ച് വീഴ്ത്തി അവസാനം തന്റെ പ്രാണവായുവിന് വേണ്ടിയിട്ട് അസമിന്റെ മണ്ണിൽ കിടന്ന് പിടഞ്ഞൊരു മനുഷ്യൻ മരിക്കുമ്പോ അവന്റെ നെഞ്ചിൻ കുടത്തിലേക്ക് കൂട്ടിട്ട കാലുകളുമായി നൃത്തം ചവിട്ടിയ ഒരു വൃത്തികേടിന്റെ പ്രത്യയശാസ്ത്രം ഒളിഞ്ഞിരിക്കുന്ന പുടവയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് ഈ നാട്ടിലെ പ്രബുദ്ധരായ
നിസ്സഹായ മനുഷ്യരോട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നാട്ടിൽ ആസിഫ ബാനു എന്ന് പറയുന്ന നമ്മുടെ കൊച്ചു സഹോദരിമാരെ പോലെ, നമ്മുടെ കൊച്ചനുജത്തിയെ പോലെ, നമ്മുടെ പേരമക്കളെ പോലെ ഒരു ആസിഫ ബാനു എന്നൊരു 6 വയസ്സുകാരി ഉണ്ടായിരുന്നു കേട്ടോ. ആ 6 വയസ്സുകാരിയെ അതിനിഷ്ഠൂരമായി കൊണ്ട് ഒരു റോസാപ്പൂവിന്റെ ഇതളുകൾ പറിച്ചു മാറ്റുന്ന ലാഘവത്തോട് കൂടിയിട്ട് ഇന്ത്യയിലെ സംഘപരിവാരം 6 വയസ്സുകാരിയായ ഇന്ത്യയിലെ ഒരു പ്രിയപ്പെട്ട കൊച്ചനുജത്തിയെ മാനഭംഗപ്പെടുത്തി മൃഗീയമായി വലിയ വലിയ പാറ കഷ്ണങ്ങൾ ഉപയോഗിച്ചത് അവരുടെ ആന്തരിക അവയവങ്ങളിൽ പ്രഹരമേറിയ അക്രമങ്ങൾ നടത്തി കൊലപ്പെടുത്തി അതിൽ ആനന്ദ നൃത്തം ചവിട്ടിയ ഒരു വൃത്തികേടിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ പുടവകളാണ് അഭിമാനത്തോടുകൂടി പലരും ശിരസ് കമിച്ച് സ്വീകരിക്കുന്നത് എന്ന് കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നാൽക്കാലിക്ക് വേണ്ടിയിട്ട് ഇരുകാലിയായ മനുഷ്യനെ വട്ടം കൂടി അടിച്ചുകൊണ്ട് അരിശം തീരാനിട്ട് അടിമരത്തിൽ കെട്ടിത്തൂക്കിയിട്ട് 2 മനുഷ്യന്റെ ഭൗതിക ശരീരങ്ങൾ വായുവിൽ കിടന്നിങ്ങനെ ആടിക്കളിക്കുമ്പോ അത് കണ്ട് അട്ടഹസിച്ച് ജയ് ശ്രീറാം എന്ന് വിളിക്കുന്ന ഒരു മറികേടിന്റെ രാഷ്ട്രീയത്തിന്റെ പുടവകള് അഭിമാനത്തോടു കൂടിയിട്ട് ശിരസ് താഴ്ത്തി വേടിക്കുന്ന ഈ നാട്ടിലെ പുരോഹിതന്മാരോട് നിങ്ങൾ വിളിച്ചു പറയട്ടെ, നിങ്ങൾ സ്വീകരിച്ച പുടവ ഏതാണെന്നറിയോ? തൊപ്പിവെച്ചതിന്റെ പേരില്, ചുപ്പ് ധരിച്ചതിന്റെ പേരില് ചുലൈതെന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ 6666 അക്ഷരമുത്തുകള് എന്റെ വാരിയല്ലുകളെ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ കൊത്തിവെച്ച ഹാഫിളായിരിക്കുന്ന ഒരു ചുലൈതെന്ന പൊന്നുമകന് ആളുകൾ കൂടി നിൽക്കുന്ന ട്രെയിനിൽ ചോദ്യം ചെയ്തുകൊണ്ട് വിളിക്കണം ശ്രീറാം എന്ന് പറഞ്ഞടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ജുനൈദിന്റെ കഥകൾ കേട്ടവര് RSSന്റെ സംഘപരിവാരത്തിന്റെ പുടവകൾ അഭിനയിക്കുന്നത് നമ്മൾ കാണുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരിലാണ് ഇത് പ്രതീക്ഷകൾ അർപ്പിക്കേണ്ടത്? എന്തിനാണ് ഇവർ പുടവകളിൽ അഭിനയിക്കുന്നത്? എന്താണ് ഇവർ സംഘപരിവാരത്തിന് ഇത്രമേൽ വിധേയപ്പെടുന്നതെന്നറിയോ? ഈ രാജ്യത്തിലെ ഗവൺമെന്റ് ചില സിംബലുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ചോദിച്ചില്ലേ, പ്രധാനമന്ത്രിയാകാൻ അവസരമുണ്ടായിട്ട് നിഷേധിച്ച രാഹുൽ ഗാന്ധി എന്തേ മിണ്ടാതിരിക്കുന്നത്? ഭരണ സംവിധാനത്തിൽ ഇരിക്കാൻ അവസരമുണ്ടായ നിങ്ങളുടെ MP അടക്കമുള്ള പ്രതിപക്ഷത്തിരിക്കുന്ന MPമാർ അവസരമുണ്ടായിട്ടും ജനാധിപത്യത്തിൽ കള്ളന്മാരിതാ തട്ടിയെടുത്തിരിക്കുന്നു. ഇത് ചോദ്യം ചെയ്യാനുള്ള സംവിധാനങ്ങളും ഇന്ത്യൻ ജനാധിപത്യത്തിലൊന്ന് അഡ്രസ് ചെയ്ത് സംസാരിക്കാനുള്ള അവസരമുണ്ടായിട്ട് എന്തേ കോൺഗ്രസിന്റെ MPമാർ മിണ്ടാതിരിക്കുന്നത്? പച്ചയായി മലയാളത്തിന്റെ മണ്ണിൽ വോട്ടുകൊള്ള നടത്തിയെന്ന് ബോധ്യപ്പെട്ടിട്ടും എന്തേ ഇടതുപക്ഷം മിണ്ടാതിരിക്കുന്നത്? നമ്മളൊക്കെ പ്രതീക്ഷ അർപ്പിച്ചിട്ടല്ലേ ഇവർക്ക് വോട്ട് ചെയ്തത്, പ്രിയപ്പെട്ട നാട്ടുകാരെ. എന്നിട്ട് എന്തേ ഇവരൊക്കെ മിണ്ടാതിരിക്കുന്നത്? മിണ്ടാതിരിക്കാൻ ഒരു കാരണമുണ്ട്. ആ കാരണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്താണ് കാരണം? ഇന്ത്യയിലെ സംഘപരിവാരം ചില റെഡ് സിഗ്നൽ കൊടുത്തിട്ടുണ്ട്, ചില റെഡ് ലൈനുകൾ വരച്ചിട്ടുണ്ട്. ആ റെഡ് ലൈനുകളെ എന്തും പറയാം, ഇവിടെ എന്തും വിളിച്ചു പറയാം. അതിലപ്പുറത്തേക്ക് പോയാൽ ആ റെഡ് സിഗ്നലിന്റെ റഡാറിൽ ലംഘിച്ച് ഒരടി മുന്നോട്ടേക്ക് പോയാൽ അവർക്ക് മുമ്പിൽ ചില സിംബലുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്കുള്ള സിംബൽ ആരാണെന്നറിയോ? നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ മുൻ ആഭ്യന്തരമന്ത്രി പി ചിദംബരം. കേൾക്കരുത് നിങ്ങൾ പി ചിദംബരത്തെ. എവിടെ പി ചിദംബരം? ഇന്ത്യൻ രാഷ്ട്രീയത്തില് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി കസാരയിൽ നിന്ന് പി ചിദംബരം എവിടെ? പി ചിദംബരത്തെ സിംബലാക്കിയിട്ടുണ്ട്. മിണ്ടിപ്പോകരുത്. ഈ രാജ്യത്തിന്റെ തലസ്ഥാന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. കേൾക്കലുണ്ടോ? അടുത്ത കാലത്തിന്റെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിന് എവിടെ? അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യയുടെ തലസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴ് കയ്യും കൂട്ടിയിട്ട് കൊണ്ടുപോയിട്ടത് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റ്. മിണ്ടിപ്പോകരുത്. റെഡ് സിഗ്നലിൽ ഒതുങ്ങി നിന്ന് സംസാരിച്ചു കൊള്ളണം, റെഡ് ലൈനിൽ ഒതുങ്ങി നിന്ന് പ്രവർത്തിച്ചു കൊള്ളണം. അതിലപ്പുറത്തേക്ക് സംസാരിക്കാൻ, അതിലപ്പുറത്തേക്ക് പ്രവർത്തിക്കാൻ മുന്നോട്ടേക്ക് വന്നാൽ തന്റെ ഫോണിലെ മെസ്സഞ്ചറിൽ മെസ്സേജ് വരും, സിംബലുകളും മലയാളങ്ങളും. ഇന്ത്യയുടെ രാഷ്ട്രീയ ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ, ഇത് വെറുതെ പറയുന്നതല്ല. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാർ വളരെ അഭിമാനത്തോടെ പറയട്ടെ, SDPI ഞങ്ങളുടെ രാഷ്ട്രീയം വിളിച്ചു പറയുമ്പോ ഞങ്ങൾ 2 മുദ്രാവാക്യം വിളിച്ചിട്ടാ കടന്നു വന്നത്. ആദ്യം ഞങ്ങൾ വിളിച്ചൊരു മുദ്രാവാക്യം, പട്ടിണിയില്ലാത്തൊരു ഇന്ത്യ ഉണ്ടാകണം, ഇവിടെ വിശപ്പില്ലാത്തൊരു ഇന്ത്യയെ കെട്ടിപ്പടുക്കണം നമുക്ക്.
ഞങ്ങളെ പരിഹസിച്ചു. ആരാണ് ഇവിടെ പട്ടിണി കിടക്കുന്നത്? നാട്ടിൻപുറത്തെ കുഴിമന്തിയിലെ ബോർഡെണ്ണീട്ട ഞങ്ങളെ പരിഹസിച്ചത്. നാട്ടിൻപുറത്തെ റെസ്റ്റോറന്റുകളുടെ ബോർഡെണ്ണീട്ട ഞങ്ങളെ പരിഹസിച്ചത്. മലയാളിയുടെ പുതിയ സംസ്കാരം ചോദ്യം ചെയ്ത് ഞങ്ങളെ പരിഹസിച്ചു. ആരാ എന്താ ഇന്നത്തെ മലയാളിയുടെ പുതിയ സംസ്കാരം? പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തുനിന്ന് കഴിച്ച ഭക്ഷണം നിക്ഷേപിക്കാൻ അകത്തെ കോടി വരുന്ന മലയാളിയുടെ പുതിയ സംസ്കാരം വെച്ച് ഞങ്ങളെ പരിഹസിച്ചു. ആരാണ് ഇവിടെ പട്ടിണി കിടക്കുന്നത് എന്ന് ഞാൻ കൂടുതൽ അതിന്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും പോകുന്നില്ല. ഈ അങ്ങാടിയിലും സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് തന്റെ പ്രിയപ്പെട്ട കെട്ടിയോളെയും കുട്ടിയോളെയും ഒക്കെ ജീവിച്ച് ഇതാണ് ലോകമെന്ന് വിശ്വസിക്കുന്ന വല്ല മനുഷ്യരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞു വെക്കട്ടെ. ഞങ്ങളുടെ മുദ്രാവാക്യത്തിന്റെ വ്യാപ്തി ഇന്ത്യയിൽ ഒരുപാട് മനുഷ്യര് പട്ടിണി കിടക്കുന്നുണ്ട് കേട്ടോ. ഇന്ത്യയിൽ കിടക്കുന്നു എന്ന് പറയുമ്പോ നിങ്ങൾ ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട. പട്ടിണി കിടക്കുന്ന മനുഷ്യരെ കാണണോ നിങ്ങൾക്ക്?